വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ദേശീയപാതയിൽ ഓട നിർമ്മിക്കാനെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊല്ലം ഓച്ചിറയിലാണ് അപകടം. ഓച്ചിറ കണ്ടല്ലൂർ സ്വദേശി അജിയാണ് മരിച്ചത്. ഓച്ചിറ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും ദാരുണകരമായ ഒരു അപകടമാണിന്നുണ്ടായത്. ഏറെ നിർധന കുടുംബത്തിൽപ്പെട്ട കണ്ടല്ലൂർ തെക്കതിൽ അജി എന്ന് പറയുന്ന ഒരു നിത്യ അധ്വാനിയാണ് ഈ NH അതോറിറ്റിയുടെ അനാസ്ഥ മൂലം അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. ഇതൊരു പ്രതികാര നടപടിയാണ്. NH അതോറിറ്റിയുടെയും അതുപോലെ തന്നെ വിശ്വസമുദ്രയുടെയും ഏറ്റവും വലിയൊരു പ്രതികാര നടപടിയാണ്. ജനങ്ങളുടെ ഒരു ആവശ്യം മുന്നിലേക്ക് വെക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തി പ്രതികാര നടപടി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ദാരുണ അന്ത്യമാണ് ഇന്നിവിടെ സംഭവിച്ചത്. ഇവിടെ ഒരു വെള്ളമൊഴുക്ക് തോടുണ്ടായിരുന്നു. ആ തോടിൽ ഇങ്ങനെയുള്ള റൗണ്ട് റിങ്ങുകൾ ഇടാതെ സ്ക്വയർ റിങ്ങുകൾ ഇടണമെന്നാണ് നാട്ടുകാരുടെയും ഇവിടുത്തെ ജനപ്രതിനിധിയുടെയും എല്ലാവരുടെയും ആവശ്യം. ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പണി ഇവിടെ വെച്ച് നിർത്തുകയും ഇത് അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഒരു കാര്യം വളരെ ശക്തമായി പറയുകയാണ്, എന്ത് വിഷയങ്ങളുണ്ടായാലും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ വിശ്വസമുദ്രയുമാണെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഇതിനുവേണ്ടി ഏത് നടപടികൾ സ്വീകരിക്കാൻ പോയി പഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇത്തരം അനാസ്ഥയ്ക്കും ഭീഷണിക്കുമെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഇതിന്റെ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നാട്ടുകാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഇത് ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയാണ്, വീഴ്ചയാണ് ഒരാളുടെ അജി എന്ന വ്യക്തിയുടെ ജീവൻ തന്നെ എടുത്തത്. ഇതെപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംഭവിച്ചതാകാമെന്നാണ് നിഗമനം. ഇന്ന് പുലർച്ചെയാണ് കണ്ടെത്തുന്നത്. അജിയുടെ മൃതശരീരം കണ്ടെത്തുന്ന അജി ഓടിച്ചിരുന്ന വാഹനവും ഈ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുഴിയിൽ വീണ് കിടക്കുകയായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം NH അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്ന് തന്നെയാണ്. കാരണം അവിടെ ഇപ്പോ പ്രസിഡന്റിന്റെ ബൈക്കിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നീരൊഴുക്കുള്ളൊരു സ്ഥലമാണ്, ചെറു തോടുകൾ കടന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിന്റെ NHന്റെ ഈ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം നടന്നു വരികയാണ്. അപ്പോൾ ഈ നീരൊഴുക്കുള്ള പ്രദേശങ്ങളിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ വേണം ഇത്തരത്തിലുള്ള നിർമ്മാണം നടത്തേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ പ്രദേശവാസികളടക്കം മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് അവർ ആ ഓട നിർമ്മാണത്തിനായി എടുത്ത കുഴി തുടർന്നുള്ള നിർമ്മാണം നടത്താതെ അവിടെ പകുതി ഉപേക്ഷിച്ചിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് നിർമ്മാണത്തിനായി പോയ ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഒരു 3 മാസത്തോളമായ കുഴി അങ്ങനെ കിടന്നതുകൊണ്ടാണ് ഇപ്പോൾ അപകടം ബോധപൂർവം ഉണ്ടാക്കിയ അപകടം എന്നാണ് നാട്ടുകാരടക്കം ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഒരു യുവാവിന്റെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അജി എന്നാണ്, 50 വയസ്സാണ് പ്രായം. അപ്പം മൃതശരീരം ഇപ്പോൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാടിന് വളരെ ഞെട്ടലുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകും എന്ന് നാട്ടുകാർ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു, അധികൃതരെ ഇത് അറിയിച്ചിരുന്നു. എന്നിട്ട് പോലും അവർ ഇത് മുഖവിലക്കെടുത്തില്ല. ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കാണാനൊന്നും നടന്നില്ല. ഇപ്പോൾ ഈ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികാര നടപടി എന്നൊക്കെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകണം എന്നതാണ് നാട്ടുകാരിൽ നിന്നും ഉയർന്നു വരുന്ന ഒരാവശ്യം. അങ്ങനെ ഇതെന്തായാലും ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചയാണ്. എന്താണ് അവരുടെ നാട്ടുകാരുടെ ആവശ്യം? എന്താണ്? ഒരു നഷ്ടപരിഹാരം നൽകണം. മാത്രമല്ല ഇനിയൊരു ആളുടെയും ജീവൻ പൊലിയാൻ പാടില്ല. ഇങ്ങനെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, നിർമ്മാണ രീതികളാണ് പലപ്പോഴും പല അപകടങ്ങൾക്കും വഴിവെക്കുന്നത്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം, ആലപ്പുഴയിലൊക്കെ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ. ഇവിടെയും അത്തരമൊരു ആക്ഷേപം ഉയരുന്നുണ്ടോ? ഒരു നഷ്ടപരിഹാരം ഈ മരിച്ച വ്യക്തിക്ക് നൽകണമെന്നൊരാവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയുണ്ട് ടോം. അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നും വരുന്ന ഈ റോഡ് തീരദേശ ഭാഗങ്ങളിലൂടെയൊക്കെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ നീരൊഴുക്കുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും അധികം. നമ്മൾ 2 മാസം മുൻപേ കൊട്ടിയത്ത് ഇതുപോലെ ഒരു റോഡ് നിർമ്മാണത്തിൽ നിന്ന് റോഡ് ഇടിഞ്ഞു വീണ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതും സമാനമായ സംഭവം തന്നെയാണ്. നീരൊഴുക്കുള്ള പ്രദേശത്ത് ഇവർ ശാസ്ത്രീയമായിട്ടല്ലായിരുന്നു അവിടെ റോഡിന്റെ ഭിത്തി നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ റോഡ് ഇടിഞ്ഞു താഴാൻ തന്നെ കാരണമായത്. സമാനമായ ഒരു പ്രദേശം കൂടിയാണ്
ഈ ഓച്ചിറ ഈ ഇപ്പോൾ അപകടമുണ്ടായ പ്രദേശം. അവിടെയുള്ള പ്രദേശവാസികൾക്കറിയാം ഇതുവഴി ഒരു നീർച്ചാല് കടന്നു പോകുന്നുണ്ട്, നീരൊഴുക്കുള്ള ഭാഗമാണ്. അവിടെ ഈ സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിക്കണമെന്ന് അടക്കം അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ അവർ മുഖവിലക്കെടുത്തില്ല. റിംഗ് പൈപ്പുകളാണ് അവിടുത്തെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതൊരിക്കലും ശാസ്ത്രീയമല്ലെന്ന് നാട്ടുകാരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തർക്കത്തിലായതിനെ തുടർന്നാണ് അവർ ആ ഒരു നിർമ്മാണം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയും ആ ഭാഗത്തെ നിർമ്മാണം പകുതിക്ക് ഉപേക്ഷിച്ചു പോയ സാഹചര്യം ഉണ്ടായത്. ഇത്തരം സംഭവങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഇതെന്തായാലും ബോധപൂർവം സൃഷ്ടിച്ചൊരു അപകടം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 3 മാസത്തോളമായി ഇത് ഇത്രയും അപകടകരമായ രീതിയിൽ ഓട ഇങ്ങനെ മണ്ണ് നീക്കി ഇങ്ങനെ ഇട്ടാക്കുന്നു, അതുപോലെ അപകടകരമായ രീതിയിൽ കുഴി രൂപപ്പെടുത്തിയിട്ടാക്കുന്നു. അതെല്ലാം വീണ്ടും അപകടങ്ങൾ വിളിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും 50 വയസ്സുള്ള ഒരു അജി എന്ന ആളാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. കാരണം ഈ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു, നിർധന കുടുംബത്തിലെ ഒരു അംഗമാണ്, ആ വീട്ടിലെ ഒരു അത്താണിയാണ്. അയാൾ ജോലിക്ക് പോയിട്ട് മടങ്ങി വന്നപ്പോഴാവാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അപകടമൊക്കെ സംഭവിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വരുന്നത് കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ഓച്ചിറയിലാണ് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഓടയിൽ വീണ് 50 വയസ്സുകാരൻ ഗൃഹനാഥൻ മരിച്ചത്. മരണത്തിന് പിന്നാലെ ദേശീയപാത അതോറിറ്റിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചയാണ്, അനാസ്ഥയാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് പറയുന്നത്. കൃത്യമായ നഷ്ടപരിഹാരം വേണം, മാത്രമല്ല ഇനി ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.